ഹലോ ഗായ്സ്, AE ടൈംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പിന്നെ ഒരു മൂവിങ് ക്രിബ് കേട്ടോ. അപ്പോൾ എൽദോ കൊണ്ടില്ല, ഞാനും ചിന്നുകുട്ടി കൂടിയാണ് പോകുന്നത്. ചിന്നു ആയ പറഞ്ഞേ, ഞാനും ചിന്നുകുട്ടി കൂടിയാട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി പോകാനുള്ള ഇതിലാണ്, എല്ലാം റെഡിയായി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. ഒരു ചാപ്പലുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ചിന്നത് എഴുന്നേറ്റിരിക്കുന്നുണ്ട്, ഉറങ്ങുമായിരുന്നു ഇത്രയും നേരം, ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്കിവിടെ കാണാൻ ചെറിയ സാന്തയുടെ കുറച്ച് ചെറിയ സ്മോൾ സ്റ്റാച്യൂസും അതുപോലെ തന്നെ ചെറിയ ചെറിയ മാതാവിൻ്റെയൊക്കെ കുറച്ച് സ്റ്റാച്യൂസും ഒക്കെ കാണാൻ പറ്റും. നല്ല രസമുള്ള സാന്താസൊക്കെ നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് കൂടുതലും. കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം തന്നെ നല്ലതാണ്, അഫോർഡബിൾ റേറ്റാണ്, കുഴപ്പമില്ല. കാണാൻ ഒത്തിരി നല്ല ഭംഗിയുണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് മൂവിങ് ക്രിബിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് പോകുമ്പോഴാണ് മൂവിങ് ക്രിബ്. ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദ മൂവിങ് ക്രിബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ എന്താ പറയുക, കാലിത്തൊഴുത്തിലെ ബെത്ലഹേമിൻ്റെ ഒരു സെറ്റപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ച ഭരണിയൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. Welcome to Moving Crib Dublin. Thank you.
അപ്പോൾ ഇവിടെ സാന്ത അതേ പൊങ്ങവും താഴവും ഒക്കെ ചെയ്യുന്നുണ്ട്. സാന്തയുടെ വില്ലേജാണ്, ഫുള്ള് മഞ്ഞ് വീണെടുക്കുന്ന വില്ലേജ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നിറച്ചും കുഞ്ഞു കുഞ്ഞു വീടും ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ സാന്ത വെച്ച് പണ്ടത്തെ ഇവിടെ വിക്കി വീടുകൾ ഇങ്ങനെ ഈ ചിമ്മിണി ബേസ് ചെയ്തിട്ടുള്ള വീടുകളാട്ടോ, അല്ല വിക്കി പഴയ വീടുകളെല്ലാം തന്നെ ഇങ്ങനെയാണ്. ചിമ്മിണിയുടെ മുകളിൽ സാന്ത വന്ന പോലെ ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ാണ് നമ്മുടെ ശരിക്കുള്ള മൂവിങ് ക്രിബിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മാതാവിന് ഏഞ്ചല് ദർശനം കൊടുക്കുന്നതാണ്. മാതാവ് ഒരു മകനെ പ്രസവിക്കണമെന്നും അവനെ യേശു എന്ന് പേരിടണമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു ദർശനം. അപ്പോൾ അവിടെ തൊട്ടാണ് മൂവിങ് ക്രിബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സിനാരിയോ കാണിച്ചേക്കുന്ന യോസേപ്പിതാവും മാതാവും കൂടിയും റൂം അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് റൂമില്ല എന്ന് പറയുകയാണ് പരീക്ഷന്മാരെല്ലാവരും. മാതാവിനിവിടെ പ്രസവിക്കാനായിട്ട് റൂമില്ലെന്ന് പറയുന്ന ഒരു സിനാരിയോ ആണ് അവിടെ കാണിച്ചേക്കുന്നത്. അവർ കഴുതപ്പുറത്ത് വന്നിറങ്ങി റൂം അന്വേഷിക്കുന്നു, അപ്പോൾ അവർ റൂമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു കുറേ ആൾക്കാരിന്ന് സാധാരണക്കാർ ജോലി ചെയ്യുന്നതും അവരവരുടെ ജോലി ചെയ്യുന്നതും പരീക്ഷന്മാർ ചീട്ട് കളിക്കുന്നതും അങ്ങനെ ഒത്തിരി അങ്ങനെയായിട്ടുള്ളൊരു ചെറിയൊരു സിനാരിയോ ഉണ്ട് അവിടെ കാണിച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. എല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഈ ക്രിബിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ എല്ലാം പരീക്ഷന്മാരായാലും ജോലി ചെയ്യുന്നവരായാലും എല്ലാവരും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറോദ് രാജാവിൻ്റെ കൊട്ടാരമാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പറയുവാണ് ഇങ്ങനെ യോസേപ്പിതാവും ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ന്യൂസാണ് അവർക്ക് ഈ രാജാവിന് കൊടുക്കുവാണ്. ഇങ്ങനെ യേശു ജനിക്കുമെന്ന് പറഞ്ഞു ഒക്കെ ഉള്ളൊരു ഇത് കൊട്ടാരത്തിൽ ന്യൂസ് എത്തിയേക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ആ രാജാവും പിന്നെ അതുപോലെ തന്നെ ശിഷ്യന്മാരും ഒക്കെ നിന്നിട്ട് അവിടെ റൈറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഓരോന്നും ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓരോ സിനാരിയോയിൽ ഇന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഈ ഉണ്ണീശോയ്ക്ക് ജനിക്കാനായിട്ട് ദർശനം കിട്ടുകയാണ്. ആട്ടിടയന്മാരോട് വന്നിട്ട് ഏഞ്ചൽസ് പറയുവാണ് ഇങ്ങനെ യുവർ സേവിയർ ഹാസ് ബീൻ ബോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ കുറേ ആട്ടിടയന്മാരും അതുപോലെ തന്നെ മുകളിലെ ഏഞ്ചൽസും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെത്ലഹേമാണ് അവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ മുകളിൽ 2 ഏഞ്ചൽസിനെ അവർ തൂക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളും ഏഞ്ചൽസും അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണം, നല്ല ഭംഗിയാട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പുൽക്കൂട്ടിലെ ഉണ്ണീശോയും മാതാവും ഔസേപ്പിതാവും അതുപോലെ തന്നെ ആട്ടിടയന്മാരും ഒക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഗ്ലോറി ടു ഗോഡ് ഇൻ ഹയസ്റ്റ്. നല്ലൊരിതാണ് അല്ലേ, അടിപൊളിയാണ്. ഞാനും ചിന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. എൽദോകൂട്ടം വന്നില്ല. വരുമ്പോൾ ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നോഹയുടെ പെട്ടകമാണ് ഇവർ പണിതുകൊണ്ടിരിക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോഹയുടെ പെട്ടകം, അവരുടെ ഫാമിലി നോഹയുടെ പെട്ടകം പണിയുന്നതാണ്. നമുക്കിവിടെ നോഹയുടെ നല്ലൊരു പെട്ടകം കാണാം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നോഹയുടെ പെട്ടകത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരാണിനെയും പെണ്ണിനെയും, അതായത് രണ്ടെണ്ണം വീതം വെച്ചിട്ട് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതും ഈ പെട്ടകത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവരവിടെ നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം രണ്ടെണ്ണം വീതം വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടകത്തിനകത്ത്. അതുപോലെ തന്നെ ഈ ഡബ്ലിനിലുള്ളവർക്ക് ലോ ഓഫ് കോസ്റ്റിൽ വന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവിങ് ക്രിബിൽ. എല്ലാവരും വന്ന് കാണണം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ ഈ മൂവിങ് ക്രിബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി ഫീ ഇല്ല, ടോട്ടലി എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ പ്രീ ബുക്കിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് മൺഡേ ടു സൺഡേ മോർണിംഗ് 11 to 5:30 വരെ ഇത് ഓപ്പൺ ആണ് കേട്ടോ എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം. നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും, കാരണം അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മളങ്ങനെ മൂവിങ് ട്രിപ്പ് കണ്ട് പോരാണ്. അപ്പം ഞങ്ങളുടെ കൂടെ എൽദോകൊണ്ടും ജോയിൻ ചെയ്തു. ചിന്നു എങ്ങനെയുണ്ടായിരുന്നു മൂവിങ് ട്രിപ്പ്? അടിപൊളിയായിരുന്നോ? സൂപ്പറായിരുന്നോ? നമ്മുടെ സൈഡിലൊരു ചെറിയ ചാപ്പലുണ്ടായിരുന്നു. നമ്മൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറി മാറ്റി. തുടക്കത്തിലേ കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു ചാപ്പലുണ്ടെന്ന്. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ ചാപ്പലിൽ ഒന്ന് കയറി ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ അങ്ങനെ ഞങ്ങളത് വീട്ടിലെത്തിട്ടോ. അപ്പോൾ ചിന്നയുടെ വന്നൊഴുക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പറഞ്ഞേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.